ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പൊ നമുക്ക് എല്ലാ സീസണിലും കാണും ഒരു സൈലന്റ് ആയിട്ട് ഗെയിം കളിക്കുന്നയാള്, ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒരു പകുതി സീസണൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേ പലർക്കും മനസ്സിലാകത്തുള്ളൂ. പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ചിലരുടെ സൈലന്റ് ഗെയിമിങ്ങും അറിയാതെ അതങ്ങനെ തന്നെ അവസാനിച്ചു പോവുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സീസൺ 7ലും നമ്മുടെ രന ഫാത്തിമ ഒരു 19 വയസ്സ് മാത്രമുള്ള ഒരു യങ് ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ്, ഓൺട്രപ്രണർ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്താണെങ്കിലും അത്രയും യങ് ഏജിൽ തന്നെ ഓരോ ഗെയിം സ്ട്രാറ്റജികളും അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നാളത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി വന്ന് എന്ത് പറയണം, എങ്ങനെ പറയണം, മറ്റുള്ളവരെ എങ്ങനെ നോക്കി കാണണം, അതായത് ഒരു പ്രേക്ഷകൻ ആയിട്ടിരുന്ന് നോക്കി കാണുകയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ. 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആ 2 ദിവസമായി നോക്കി കഴിയുമ്പോൾ അധികം ആക്റ്റീവായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടോ ഗെയിമുകളൊക്കെ നടത്തി ആ ഒരു കാര്യത്തിലൊന്നും അല്ല നമ്മൾ വിലയിരുത്തുന്നത്. കാരണം 2 ദിവസമായി പ്രത്യേകിച്ചൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അവരുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അവരുടെ സംസാര രീതിയിലും മറ്റുള്ളവരുമായിട്ട് നടത്തുന്ന കോൺവെർസേഷനും വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് വെച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ രന ഫാത്തിമ മിക്കവാറും ഒരു ഫൈനലിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയും യങ് ഏജിൽ തന്നെ അത്രയും നല്ല രീതിയിൽ അല്ലെങ്കിൽ മനോഹരമായിട്ട് തന്നെയാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും നോക്കിക്കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ 4 റോബിൻ രാധാകൃഷ്ണൻ അകത്തിരുന്നു കൊണ്ട് നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ മനസ്സിലാക്കുന്നു, എന്ത് നോക്കുന്നു, എന്ത് കാണുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകനായിട്ട് പുള്ളി ഇരുന്ന് ഓരോ കണ്ടസ്റ്റൻസിനെ നോക്കി പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞിട്ടാണ് ആളവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. വലിയ ഗെയിമറോ ഒന്നും അല്ലായിരുന്നു, ബട്ട് പ്രേക്ഷക സപ്പോർട്ട് എങ്ങനെ നേടിയെടുത്തു അതുപോലെ തന്നെയാണ് രന ഫാത്തിമ ഇവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ആ ഒരു രീതിയിലായിരിക്കണമെന്നില്ല, ഓരോ കണ്ടസ്റ്റൻസും ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെതായിട്ടുള്ള രീതിയിലായിരിക്കും. ഇത്രയും 2 ദിവസത്തിനുള്ളിൽ ഓരോ കണ്ടസ്റ്റൻസിന്റെ അടുത്തും പോയിട്ട് ആള് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളല്ല, നമ്മുടെ ഈ അനീഷിന്റെ ഒറ്റപ്പെടൽ സംഭവങ്ങളൊക്കെ മറ്റൊരു കണ്ടസ്റ്റൻസുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അത് ഇതായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനീഷ് മിക്കവാറും ഇങ്ങനെ ഒരു സംഭവം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകും. പക്ഷെ ഈ ഒരു അനീഷിന്റെ ഈ ഒരു വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു പോക്ക് പ്രേക്ഷകർക്കിടയിൽ ഒരു വമ്പൻ സംഭവമൊന്നും ആകാൻ പോകുന്നില്ല. മിക്കവാറും ഒരു സഹതാപ സംഭവമൊക്കെ കിട്ടിയെന്ന് വരാം, ഒരു സഹതാപ വോട്ടും അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു സഹതാപ തരംഗമൊക്കെ സൃഷ്ടിക്കാൻ സാധിച്ചെന്ന് വരാം. പക്ഷെ കുറെ വെറുപ്പിക്കുന്നുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകരും അത് വെറുത്ത് എഴുതിത്തള്ളാനാണ് സാധ്യത കൂടുതലെന്നൊക്കെ. അതായത് നമ്മൾ പ്രേക്ഷകർ എന്താണോ പുറത്തിരുന്ന് കാണുന്നത് ആ രീതിയിൽ തന്നെ ഒരു പ്രേക്ഷകനായിട്ട് അകത്തിരുന്ന് ഓരോ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്തുന്നുണ്ട്. അത് മറ്റുള്ള കണ്ടസ്റ്റന്റുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ പ്രോപ്പറായിട്ട് തന്നെയാണ് ഈ രന ഫാത്തിമ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവർക്ക് മുന്നിൽ വെക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്ന രീതി കാണുന്നുണ്ടെങ്കിൽ പോലും എന്താണെങ്കിലും നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ അറിയാം ഗെയിമുകളിലും ടാസ്കുകളിലും പെർഫോമൻസ് എങ്ങനെയുണ്ട്. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും എടുക്കേണ്ട സമയം വരുമ്പോൾ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് എന്ന്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ചിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഈ ഒരു സീസണിൽ മികച്ചൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമുക്ക് രന ഫാത്തിമയിൽ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. നോക്കാം, എന്താണെങ്കിലും വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എങ്ങനെയുണ്ട് രന ഫാത്തിമ എന്ന കണ്ടസ്റ്റന്റ്? നിങ്ങൾ ഇത്രയും 2 ദിവസങ്ങൾ കണ്ടിട്ട് മുന്നോട്ടൊരു സ്കോപ്പുള്ള കണ്ടസ്റ്റന്റ് ആണോ എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.